മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ പഠിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനോ, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതെയാക്കാനോ, കുറേ പുണ്യം ലഭിക്കാനോ ആണെന്ന് ധരിക്കുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഭാരതീയ ഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ്. ഭാരതീയ ഗ്രന്ഥങ്ങളിലുള്ള വിവരണങ്ങളെല്ലാം നമ്മുടെ മനസ്സിന് നന്മകളിലേക്ക് പ്രയാണം ചെയ്യാനുള്ള വഴിയൊരുക്കുന്നതാണ്. നമുക്കറിയാൻ സാധിക്കും, ശരീരം പോലും മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. ഉറങ്ങുന്ന സമയത്ത് മനസ്സിൻ്റെ പ്രവർത്തനമില്ല. അതുകൊണ്ട് ശരീരത്തിന് സ്ഥലകാല ബോധവുമില്ല. അതുകൊണ്ട് മറ്റേത് മതങ്ങളും ആത്മീയത എന്ന് പറയുന്നത് മരണശേഷമുള്ള ഒരു പരലോകത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും സ്വർഗനരകത്തെക്കുറിച്ചുമെല്ലാം ഒരു ശാസ്ത്രീയ തെളിവുമില്ലാതെ വെറും തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുമ്പോൾ ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവായ മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തെ ധന്യമാക്കാനും മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് വളരെ വ്യക്തമായ രീതിയിൽ വിവരിക്കുകയും ചെയ്യുന്നവയാണ്. വളരെ വ്യക്തമായ രീതിയിൽ വിവരിക്കുന്നു എന്ന വരി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഇന്നത്തെ ശാസ്ത്രം, 21ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന വിധത്തിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ ഋഷിവര്യന്മാർ ഇത് കണ്ടുപിടിച്ചത്. ഇതൊന്നും ഒരു മതത്തിൻ്റെ സ്ഥാപനവൽക്കരണത്തിനോ മതത്തിലെ ചിന്താധാരകൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ അല്ലെങ്കിൽ മതത്തിൻ്റെ മെമ്പർഷിപ്പ് കൂട്ടാനോ അനുയായികളുടെ എണ്ണം കൂട്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് നടക്കാനോ ഒന്നുമല്ല. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് തരം ചിന്താധാരകൾ വെച്ച് പുലർത്തുന്നവരാണെങ്കിലും അവർക്കെല്ലാം ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകൾ ഒരേപോലെ സ്വീകരിക്കാവുന്നതാണ്. ഭാരതീയർ ഒരിക്കലും പറഞ്ഞിട്ടില്ല മറ്റൊരു മതമോ മറ്റൊരു ഈശ്വരനെയോ മറ്റൊരു ചിന്താധാരയോ മറ്റൊരു ക്രമമോ മറ്റൊരു ഗ്രന്ഥമോ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അതിലൂടെ മുമ്പോട്ട് പോയാൽ സ്വർഗം കിട്ടില്ല, ഭയങ്കര നരകമാവും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും വിശാലമായ മതം ഹിന്ദു മതമാണെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറയാൻ സാധിക്കും. സായിബാബയുടെ കേന്ദ്രമായ പുട്ടപർത്തിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുരിശും ചന്ദ്രക്കലയും പിന്നെ ഓംകാരവും അവിടെ വെച്ചിരിക്കുന്നത്. വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ പോയാലും യേശുദേവനെയും കാണാൻ സാധിക്കും, കാബയും കാണാൻ സാധിക്കും. ചിന്മയ മിഷനിൽ പോയാലും ആശ്രമത്തിനകത്തെ കാബയും കുരിശും യേശുദേവൻ്റെയും കന്യാമറിയത്തിൻ്റെയും ചിത്രം കാണാൻ സാധിക്കും. നാരായണ ഗുരുദേവൻ്റെ ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലും പോയാലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഈ ഭാരതത്തിൽ ഏത് ആശ്രമങ്ങളിൽ പോയാലും വിദേശത്തുണ്ടായ 2 മതങ്ങളാണ്. ഈ ഭാരതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഭാരതീയ ചിന്താധാരകൾക്ക് 100% എതിരായിട്ടുള്ള 2 മതങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും. അതിലെ സിംബല് പോലും അതിലെ ചിഹ്നങ്ങൾ പോലും ഭാരതീയർ സ്വീകരിച്ചു. അതേസമയത്ത് ഭാരതത്തിലുള്ള ക്രിസ്ത്യാനിയും ഭാരതത്തിലുള്ള മുസ്ലിമും ഇവിടുത്തെ കൃഷ്ണനെയോ ഇവിടുത്തെ ഭഗവത്ഗീതയോ ഇവിടുത്തെ വേദങ്ങളോ സ്വീകരിച്ചിട്ടില്ല. ഇപ്പം കുറേ മുസ്ലിങ്ങൾ വേദത്തിൽ മുഴുവനും
അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും പറഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്നത് അവരുടെ അപകർഷതാബോധം കൊണ്ട് തന്നെയാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, വേദത്തിൽ അള്ളാഹുവിനെ കുറിച്ചും വേദത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ഖുർആൻ വായിക്കാൻ പോകുന്ന? വേദം വായിച്ചാൽ പോരെ? വേദത്തിലെ ഋഷിവര്യന്മാര് വേദം എഴുതിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി വന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഖുർആൻ എഴുതിയത്. അതിനെക്കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂജിക്കേണ്ടത് വേദത്തിനെയല്ലേ, അല്ലാണ്ട് ഖുർആനെ അല്ലല്ലോ പൂജിക്കേണ്ടത്. അതേപോലെ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ കൊടിമരവും ഇവിടുത്തെ കൽവിളക്കും ഇവിടുത്തെ കാവിക്കൊടിയും എല്ലാം സ്വീകരിക്കുന്നത് ഇതിൽ മഹത്വം ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ? എന്നാൽ പിന്നെ എന്തിനാ അവിടെ പോയിട്ട് ഇതെടുക്കാൻ പോകുന്നു? ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് എടുത്തോടായിരുന്നോ? അപ്പൊ കുറേ വക്രമായിട്ട് മനുഷ്യനെ പറ്റിക്കാനും ചതിക്കാനും കുറേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്തു കൂട്ടുന്നത് അതുപോലും ഭാരതീയ പൈതൃകത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരാൾ എന്നോട് ചോദിക്കേണ്ടായി, ഈ മുസ്ലിം മന്ത്രിമാര് വിളക്ക് കത്തിക്കില്ല എന്നുള്ള തീരുമാനം ഉറച്ചതാണെങ്കിൽ നമ്മൾ എന്തിനാ അവരെ അത് നിർബന്ധിക്കുന്നത്? അവരവരുടെ മതത്തിന്റെ കാര്യങ്ങൾ ചെയ്യല്ലേ? ഞാൻ അയാളോട് പറയുന്നു, ശുദ്ധ തട്ടിപ്പാണ്. വേറെ ഏതെങ്കിലും രാജ്യത്തിലാണെങ്കിൽ ഇവരെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കില്ല. അവരുടെ പള്ളികളിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ കൊല്ലത്തിന് തൊട്ട് മുമ്പ് ഒരു വലിയ പള്ളിയുണ്ട്, ആ മുസ്ലിം പള്ളിയുണ്ട്. അവിടെ വഴിപാട് തന്നെ വിളക്കും നെയ്വിളക്കാണ് അവിടെ വഴിപാട്. ഏത്തപ്പഴവും വാഴക്കൊലയുമാണ് അവിടെ വഴിപാട്. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ അകത്ത് മുഴുവനും വിളക്കാണ്. അതേപോലെ തന്നെ എരുമേലി പള്ളിയിൽ വിളക്കുണ്ട്. മാത്രമല്ല എരുമേലി പള്ളിയിൽ ഭസ്മം കൊടുക്കുന്നുണ്ട്, ചന്ദനം കൊടുക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ അടുത്ത് നിന്ന് പൈസ കിട്ടുമെങ്കിൽ ഇവരെ എല്ലാ മുസ്ലിങ്ങളും വിളക്കും കത്തിക്കും, എന്ത് വേണമെങ്കിൽ ചെയ്യും. അല്ലാണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിളക്ക് കത്തിക്കില്ല എന്ന് പറയുന്നത്. ദുബായിലെ സേട്ട് ഇവിടെ വന്ന് ഇൻഫോ സിറ്റിയിൽ വിളക്ക് കത്തിച്ചല്ലോ. ഞാൻ ഒമാനിലും ദുബായിലും അതേപോലെ തന്നെ കുവൈറ്റിലും പോകാറുണ്ട്. അവിടെ ഞങ്ങളുടെ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിം ഷെയ്ഖുമാരും സുൽത്താൻമാരും വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പൊ കുറേ തട്ടിപ്പ്. പക്ഷെ പൈസ കിട്ടുകയാണെങ്കിൽ, സ്ഥാനം കിട്ടുകയാണെങ്കിൽ ഇവർ ഏത് വിളക്കും കത്തിക്കും, എല്ലാം ചെയ്യുവര്. അത് തന്നെയാണ് ഹിന്ദു ധർമ്മത്തെ എതിർക്കുക, അതിലുള്ളത് മുഴുവൻ എടുക്കുന്ന കുറെ ബിഷപ്പുമാരും മെത്രാന്മാരും ഈ പുറത്ത് ലോഹയും അകത്ത് ഒരു തരത്തിലുള്ള വിഷവുമായിട്ട് നടക്കുന്നവരും ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇല്ലാത്തത് പലതും ഉണ്ട് എന്ന് വരുത്തി തീർത്ത് പൂർവികരായ പലരും നല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവര് ഒരു സാധനയും ചെയ്യാതെ പലതും എഴുതി മുമ്പോട്ട് തന്നത് മാത്രമാണ് സത്യമെന്ന് പറഞ്ഞ് നടക്കുന്നവരായിരുന്നില്ല നമ്മളുടെ പൂർവിക ഋഷിവര്യന്മാര്. അവരനവധി ഗ്രന്ഥങ്ങൾ എഴുതി. അനവധി ഗ്രന്ഥങ്ങൾ എഴുതാൻ കാരണം ഒരു ഗ്രന്ഥത്തിന് എല്ലാ അറിവും കൊടുക്കാൻ സാധ്യമല്ല എന്നവർക്കറിയാം. അനവധി ഋഷിവര്യന്മാരാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയത്. എന്തിനാ അനവധി ഋഷിവര്യന്മാർ എഴുതിയത്? ഒരു ഋഷിവര്യൻ വിചാരിച്ചാൽ എല്ലാ അറിവും കൊടുക്കാൻ സാധ്യമല്ലെന്ന് അവർക്കറിയാം. ഭാരതീയ പൈതൃകത്തിൽ അനവധി കാലങ്ങളായിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളാണുള്ളത്. എന്തിനാ ഒരു ഗ്രന്ഥം പോരെ? അനവധി കാലമായിട്ട് എന്തിനാ എഴുതുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം, 1950 ഭാരതത്തിന്റെ ഭരണഘടന വ്യക്തമായിട്ട് പാർലമെന്റ് അംഗീകരിച്ചത്. ആ ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം എത്ര അമെൻഡ്മെന്റുകളാ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കുന്നത്? ഒരു ഭരണഘടന പോരെ. അമെൻഡ്മെന്റ് എന്തിനാ? ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ പഴയത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയത് ചേർക്കണം. അതിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തണം. അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താത്ത രണ്ട് ഗ്രന്ഥങ്ങളെ ലോകത്തിലുള്ളൂ. അത് ഖുർആനും ബൈബിളും മാത്രം. അതിനവര് കാരണം പറയുന്നത് തന്നെ അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലെന്നാണ്. നിങ്ങൾ ശരിക്ക് ബൈബിളും ഖുർആനും ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. 21ാം നൂറ്റാണ്ടിൽ അനുശാസിക്കാൻ പറ്റിയ വളരെ കുറച്ച് കാര്യങ്ങളെ അതിലുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും മാറ്റിയിട്ടാണ് അവര് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജീവിക്കുന്നത്. എന്തേ അതിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ ജീവിക്കുന്നില്ല? അതിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ. അപ്പൊ അതിൽ മാറ്റം വരുത്തേണ്ട എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ മാറ്റം വരുത്തേണ്ട, പക്ഷെ അതനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല.
ബൈബിളിലും ഖുറാനിലും പറഞ്ഞിരിക്കുന്ന പോലെ ജീവിക്കുന്ന ലോകത്തിലെ ഒരൊറ്റ മനുഷ്യനെയും കാണാൻ സാധിക്കില്ല. അതിലെ 10% പോലും അനുസരിച്ച് ജീവിക്കുന്നവരെ കാണാൻ സാധിക്കില്ല. കാരണം രണ്ട് മതങ്ങളും മരുഭൂമിയിൽ ഉണ്ടായതാ. മരുഭൂമിയിലെ ജീവിത കണ്ടീഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ നിർദ്ദേശങ്ങളാണ് ബൈബിളിലും ഖുറാനിലും ഉള്ളത്. ഭാരതീയ ഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല. ഭാരതീയ ഗ്രന്ഥങ്ങൾ സ്വതന്ത്ര ചിന്തയോടുകൂടി കാടുകളിൽ ഉണ്ടാക്കിയതാ. വനത്തിൽ തപസ് ചെയ്ത ഋഷിവര്യന്മാരുണ്ടാക്കിയതാ. ഭയമില്ലാത്ത ഋഷിവര്യന്മാരുണ്ടാക്കിയതാ. സ്വതന്ത്ര ചിന്താധാരയോടുകൂടി ജീവിക്കാൻ പറഞ്ഞവരുണ്ടാക്കിയതാ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അവസാനത്തെ വാക്കാണെന്ന് അവർ പറഞ്ഞില്ല. നന്മകൾ എവിടെയുണ്ടെങ്കിലും ആനോഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് എന്നാണ് പറഞ്ഞത്. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ബൈബിളിലോ ഖുറാനിലോ ലെനിൻ പറഞ്ഞതിലോ മാവോ സേതുങ് പറഞ്ഞതിലോ ഒബാമ പറഞ്ഞതിലോ ഒസാമ പറഞ്ഞതിലോ നന്മകൾ എവിടെയുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞവരായിരുന്നു ഭാരതീയര്. കൃണ്വന്തോ വിശ്വമാര്യം എന്ന വേദത്തിലെ വരിയുണ്ട്. ആ ഋഗ്വേദം വായിച്ചതിന് ശേഷമാണ് ഞാനിത് റെക്കോർഡ് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴെനിക്ക് വളരെ അത്ഭുതം തോന്നി. ഋഗ്വേദത്തിലെ 483 പേജിൽ പറഞ്ഞിരിക്കുന്ന 10ാം മണ്ഡലത്തിലെ 3ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വരി വായിച്ചിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത്. കൃണ്വന്തോ വിശ്വമാര്യം, ലോകത്തിലെ ജനതയെ ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരുമാക്കി മാറ്റാമെന്ന ആഹ്വാനമാണ്. അല്ലാണ്ട് ഹിന്ദുക്കളാക്കി മാറ്റാമെന്ന ആഹ്വാനമല്ല ഭാരതീയർ കൊടുത്തത്. ശ്രേഷ്ഠന്മാരാക്കി തീർക്കാമെന്നുള്ള ആഹ്വാനം. അങ്ങനെയുള്ള ചിന്താധാരകളാണ് ഭാരതത്തിലുള്ളത്. അത് സ്വതന്ത്രമായ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഗ്രന്ഥങ്ങൾ എഴുതി, അതിന് വ്യാഖ്യാനങ്ങൾ എഴുതി, അതിന് ഉപാഖ്യാനങ്ങൾ എഴുതി, പുതിയ പുതിയ ശാഖകൾ ഉണ്ടാക്കി. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു പുസ്തകം കൊണ്ട് ലോകത്തിലെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധ്യമല്ല. ഇപ്പൊ പലരും ബൈബിളിലുള്ള സയൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. അടുത്ത കാലത്ത് ഒരു പ്രഗത്ഭനായിട്ടുള്ള സുവിശേഷ പ്രസംഗൻ TV-യിൽ പറയുന്നത് കേട്ടു. മോശയോട് ദൈവം കൽപ്പിച്ചു, നീ ഈജിപ്തിലേക്ക് പോവുക. പോകുന്ന വഴിക്ക് നീ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മണ്ണിൽ കുഴി ഉണ്ടാക്കിയിട്ട് വേണം മലമൂത്ര വിസർജനം ചെയ്യാൻ. അതിനുശേഷം മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷം ആ കുഴി നീ മണ്ണുകൊണ്ട് മൂടണം. എന്നിട്ട് ആ സുവിശേഷ പ്രസംഗികൻ പറയുകയാണ്, എത്ര ശാസ്ത്രീയമായ ചിന്താധാരയാണ് ദൈവത്തിനുള്ളത്. അത്രയും സയന്റിഫിക് ആണ് ദൈവം പറയുന്ന കാര്യങ്ങളെന്ന്. അപ്പൊ ഈ കുഴി ഉണ്ടാക്കിയിട്ട് മലമൂത്ര വിസർജനം ചെയ്യണമെന്നും പിന്നെ കുഴി മൂടണം എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ സയന്റിഫിക് ടെമ്പർ. അതാണ് സയൻസ് എങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനികളെ MBBS-ഉം MD-യും MTech-ഉം BTech-ഉം ഒന്നും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ബൈബിള് മാത്രം പഠിച്ചാൽ മതി. മാതൃഭൂമിയിൽ ഇന്നലത്തെ മാതൃഭൂമിയിൽ ഞാൻ വായിക്കേണ്ടായി. പരിസരം ശുചിയാക്കണം എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. വൃത്തിയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 21ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ? ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ? ഇത് ഖുറാനിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വൃത്തിയായി നടക്കുന്നത്, ഖുറാനിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുളിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് സയൻസ് ഖുറാനിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അബദ്ധമല്ലേ? സയൻസ് എന്ന് പറയുന്നത് അതല്ല. വൃത്തിയായി നടക്കണം എന്നുള്ളത് ധർമ്മമാണ്, ഒരു മനുഷ്യന്റെ ധർമ്മമാണ്. അതായത് റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് സയൻസ് അല്ല, അതാ ഡ്രൈവറുടെ ധർമ്മമാണ്. പാലിച്ചില്ലെങ്കിൽ ട്രാഫിക് പോലീസുകാർ കേസെടുക്കും. അപ്പൊ തെറ്റ് ചെയ്താൽ കേസെടുക്കുകയും ശരി ചെയ്താൽ അത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മാത്രം കരുതുകയുമാണ് ചെയ്യേണ്ടത്. ശരി ചെയ്യുന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നല്ല വീട്ടിൽ ജീവിക്കുക, വൃത്തിയായി ജീവിക്കുക, വൃത്തിയായി ഡ്രസ്സ് ചെയ്യുക, നല്ല ശുചിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്യേണ്ട മിനിമം കാര്യമാണ്. അത് മതഗ്രന്ഥത്തിൽ പറഞ്ഞതുകൊണ്ട് ചെയ്യല്ല. ആ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞിട്ടുള്ളത് രണ്ടായാലും അങ്ങനെയൊക്കെ ചിലത് ചെയ്യുമ്പോഴാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ട് ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നത്, ചിലർ മരിച്ചു പോകുന്നത്. മതഗ്രന്ഥത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കോഴിയെ തിന്നത്, മതഗ്രന്ഥത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പന്നിയെ തിന്നാത്തത് എന്നൊക്കെ പറയുന്നതും അതെല്ലാം മതത്തിനെ എന്തൊക്കെയോ സ്ഥാപനവൽക്കരിക്കുകയോ മഹത്വവൽക്കരിക്കുകയോ ഒക്കെ ചെയ്യാം. അതിനൊന്നും മതത്തിന്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതൊക്കെ ധർമ്മമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെയാണ് സയന്റിഫിക് അല്ലാത്ത കാര്യങ്ങൾ വരിക. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉപവേദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വേദങ്ങൾ ആത്മീയതയുടെ മാർഗത്തിലൂടെ പോകുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ, പ്യുവർലി ആത്മീയതയൊന്നുമല്ല വേദത്തിലുള്ളത്, അതിന് ഉപവേദങ്ങളുണ്ട്, സബ്സിഡിയറി ഉണ്ട്. എന്താ ഈ സബ്സിഡിയറി എന്ന് പറയുന്നത്? നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് മലയാളം പുസ്തകം പഠിക്കാനുണ്ട്, മലയാളം ബി പഠിക്കാനുണ്ട്, ഇംഗ്ലീഷ് ബി പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് സബ്സിഡിയറി പഠിക്കാനുണ്ട്. നമ്മൾ BSc പഠിക്കുമ്പോൾ കെമിസ്ട്രി എടുത്തവർക്ക് സബ്ബായിട്ട് ഫിസിക്സ് പഠിക്കാനുണ്ട് പറയും. അതേപോലെ ഫിസിക്സ് എടുത്തവർക്ക് സബ്ബായിട്ട് കെമിസ്ട്രി പഠിക്കാനുണ്ട്. ഫിസിക്സ് എടുത്തവർക്ക് സബ്ബായിട്ട് കെമിസ്ട്രിയും മാത്സും പഠിക്കാനുണ്ട് പറയും. ഈ സബ്ബാണ്, സബ്സിഡിയറി പോലെയാണ്. വേദങ്ങളുടെ സബ്സിഡിയറിയാണ് ഉപവേദങ്ങൾ. ഋഗ്വേദത്തിൻ്റെ സബ്ബാണ് അർത്ഥശാസ്ത്രം, യജുർവേദത്തിൻ്റെ സബ്ബ് ധനുർവേദം, സാമവേദത്തിൻ്റെ സബ്ബ് എന്ന് പറയുന്നത് ഗാന്ധർവവേദം, അഥർവവേദത്തിൻ്റെ സബ്ബാണ് ആയുർവേദവും സ്ഥാപത്യവേദവും, രണ്ടെണ്ണുണ്ട്. അപ്പൊ ഈ ഋഗ്വേദം എന്ന് പറയുന്നത് മാനവരാശിയുടെ ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ച് നൽകുന്ന സന്ദേശമാണ്. അതാണ് ഈ സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഈ മന്ത്രങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഭദ്രം കർണൈഭിഃ ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷപര്യജത്രാഹ, അതിൽ വരുന്നതാ. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ, അതുകൊണ്ട് സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻമാ പ്രമദ സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം. ഇതെല്ലാം അതിൽ വരുന്നതാ. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത പ്രപഞ്ചശക്തി, അത് മനസ്സിന് പോലും മനനം ചെയ്യാൻ പറ്റില്ലാത്തതാണ് എന്ന് എല്ലാം വിവരിക്കുന്ന വേദമന്ത്രങ്ങൾ. ഈ വേദമന്ത്രങ്ങളുടെ സാരമൊന്ന മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ധന്യമാക്കുക. അതായത് ഈ ഭൂമിയിലെ ജീവിതം ഗ്ലോറിയസ് ആക്കാം, യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ആക്കാം. അങ്ങനെ ഗ്ലോറിയസ് ആക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ധനമാണ്. ധനം, എന്താ, വെൽത്താണ് വേണ്ടത്. അർത്ഥസ്യ മൂലം ധർമ്മ, ധർമ്മസ്യ മൂലം അർത്ഥ എന്ന് പറയാറുണ്ട്. രാഷ്ട്രസ്യ മൂലം അർത്ഥം, അർത്ഥസ്യ മൂലം ധർമ്മം എന്നും പറയാറുണ്ട്. രാഷ്ട്രം നിലനിൽക്കുന്നത് ധർമ്മത്തിലൂടെയാണ്, ധർമ്മം നിലനിൽക്കുന്നത് സമ്പത്തിലൂടെയാണ്, സമ്പത്ത് നിലനിൽക്കുന്നത് രാജാവിലൂടെയാണ് എന്ന് പറയാറുണ്ട്. കള്ളനോട്ട് ഇല്ലാണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഉറങ്ങുന്ന മന്ത്രിമാരാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ സമ്പത്ത്, അതാണ് രാഷ്ട്രത്തെ നിലനിർത്തുന്ന ഒരു ഘടകം. പിന്നെ ധർമ്മബോധവും. രണ്ടും ഒരു വണ്ടിയുടെ രണ്ട് ചക്രമാണ്. ഒരു കാളവണ്ടിയോ കുതിരവണ്ടിയോ എടുത്താൽ അതിൻ്റെ ഒരു ചക്രം ധർമ്മവും മറ്റേ ചക്രം അർത്ഥവുമാണ്, ധനവുമാണ്. ആ ധനം മനുഷ്യന് ആവശ്യമാണ്. ധർമ്മ അർത്ഥ കാമമോക്ഷം. ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കണം, ധനം സമ്പാദിക്കണം. ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. ധാർമ്മികമായിട്ട് നമുക്ക് ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കണം. അപ്പൊ 4 എണ്ണാണ് പുരുഷാർത്ഥം: ധർമ്മ അർത്ഥ കാമമോക്ഷം. അതിൻ്റെ തുടക്കം ധർമ്മവും അവസാനം മോക്ഷവുമാണ്. ഈ ധർമ്മത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും മതിലുകൾക്കകത്ത് മാത്രമേ ധനവും അതേപോലെ തന്നെ ആഗ്രഹങ്ങളും നിലനിൽക്കാവൂ. ധാർമ്മികമല്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവരുത്, ധാർമ്മികമല്ലാത്ത രീതിയിൽ ധനം സമ്പാദിക്കരുത്. അങ്ങനെ ധാർമ്മികമായ രീതിയിൽ ധനം സമ്പാദിച്ച് ഒരു രാഷ്ട്രത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, കുടുംബത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, രാഷ്ട്രത്തെ ധനസമൃദ്ധമാക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് അർത്ഥശാസ്ത്രം. അത് ചാണക്യൻ എഴുതിയ പുസ്തകമാണ് ഏറ്റവും ഉജ്ജ്വലമായ അർത്ഥശാസ്ത്രം. ആ അർത്ഥശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും അതിനെ കളയാനായിട്ടില്ല. അർത്ഥശാസ്ത്രം എന്ന പുസ്തകവും പാണിനി എഴുതിയ അഷ്ടാധ്യായി എന്ന വ്യാകരണ പുസ്തകവും അതിനെ അബ്രിഡ്ജ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ സംക്ഷിപ്തം എഴുതാൻ പറ്റില്ല. എന്താ കാരണം അറിയോ? അതിബൃഹത്തായ 2 ഗ്രന്ഥങ്ങളിൽ ഒരു വാക്ക് പോലും വെറുതെ പറഞ്ഞിട്ടില്ല. BC 330 എഴുതിയിരിക്കുന്ന ഗ്രന്ഥം, സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയിരിക്കുന്ന ചാണക്യൻ എഴുതിയിരിക്കുന്ന ഗ്രന്ഥം. കൗടില്യം എന്നതിന് പറയും, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയും. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയാനും കാരണമുണ്ട്. കാരണം 18 അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. 18 അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ച്
ജീവിതത്തെയും ലോകത്തെയും മുഴുവനും വിലയിരുത്തി അതിപ്രഗത്ഭനായ ചാണക്യൻ എഴുതിയ ഗ്രന്ഥം ഔറംഗസീബ് വാരണാസി ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ ഭാരതീയ ഗ്രന്ഥങ്ങളെ മൊത്തം കത്തിച്ചപ്പോഴും ഇത് കത്തിപ്പോയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെയുള്ള പലതും കത്തിപ്പോയില്ല. അത്ര ഗംഭീരമായിട്ടുള്ള അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് വെച്ചാൽ 18 എണ്ണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ താജ് ഹോട്ടലിൽ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ഈ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തണം എന്ന് തീരുമാനിച്ച് ഇമെയിൽ വഴിക്ക് എല്ലാവർക്കും അതിൻ്റെ സന്ദേശം കൊടുക്കുകയുണ്ടായി. അദ്ദേഹം പ്രതീക്ഷിച്ചത് ഒരു 10-200 പേര് വരുന്ന പ്രതീക്ഷിച്ചത്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, വിദേശത്ത് നിന്ന് 1600-ഓളം വ്യക്തികളും നമ്മുടെ നാട്ടിൽ നിന്ന് 1000-400-ഓളം വ്യക്തികളും ചേർന്ന് 2000-ലധികം പേര് അതിൽ പങ്കെടുത്തു. അപ്പോൾ 2300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് അൾട്രാ മോഡേൺ ജീവിതം നയിക്കുന്ന എക്കണോമിസ്റ്റുകൾ, അതായത് ധനതത്വശാസ്ത്രജ്ഞന്മാര് പങ്കെടുത്ത അതിഗംഭീരമായിട്ടുള്ള ഒരു സെമിനാർ 3-4 ദിവസം അത് നടന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മതത്തിൻ്റെ ഗ്രന്ഥത്തെക്കാൾ ഉപരി സനാതന ധർമ്മത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഋഗ്വേദത്തിൻ്റെ സബ്സിഡിയറിയായ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ അത്യുജ്വല കോൺട്രിബ്യൂഷൻ കൗടില്യൻ അഥവാ ചാണക്യൻ 2300 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയത് അതേപോലെ ഇന്ന് ലഭ്യമായിട്ടുള്ളത് ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളതാണ്. അതിന് ധനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിയമാവലികൾ മുഴുവനും ചേർത്തിട്ടാണ് ചാണക്യൻ എഴുതിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഈ അർത്ഥശാസ്ത്രത്തിൽ ധാരാളം ഭാഗങ്ങൾ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല, അന്ന് BC 300 വിക്രമാദിത്യൻ ഭരിച്ചിരുന്ന കാലത്ത് 40 സെക്രട്ടറിമാരുണ്ടായിരുന്നതിൽ 27 സെക്രട്ടറിമാരും സ്ത്രീകളായിരുന്നു. അത്ഭുതകരമായ വസ്തുത, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ ഭാരതത്തിൽ മാത്രമാണ് ഇത്രയും അധികം സെക്രട്ടറിമാർ സ്ത്രീകളായിരുന്നത്. ചാരന്മാരായിട്ടും സ്പൈ ആയിട്ടും ഡിഫൻസിൻ്റെ സെക്രട്ടറിമാരായിട്ടൊക്കെ സ്ത്രീകളെ നിയമിച്ചിരുന്നു. അതിൻ്റെ പ്രത്യേകതയും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന കുറേ വ്യക്തികൾ ഇവിടെ ഉണ്ട്. യുക്തിവാദികളും പുരോഗമനവാദികളും ഫെമിനിസ്റ്റുകളും അല്ലാത്ത കുറേ ഉണ്ട്. അവരൊക്കെ ഇതൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. പലപ്പോഴും ഇതൊന്നും അവർ വായിച്ചു നോക്കില്ല. വായിച്ചു നോക്കാൻ ഭയമാണ്. ഇപ്പൊ പെന്തക്കോസ്ത് ക്രിസ്ത്യാനികൾക്ക് അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ പോവില്ല. കാരണം അവരെ ജന്മനാൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഹിന്ദു ദൈവങ്ങളൊക്കെ സാത്താന്മാരും ഈ യേശുക്രിസ്തുവിനെ ആണിയടിച്ച് തൂക്കിയ കുരിശും അദ്ദേഹത്തിൻ്റെ ചോര വീഞ്ഞായിട്ട് കുടിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ശരീരം അപ്പമായിട്ട് കഴിക്കുന്നവരൊക്കെ ദൈവങ്ങളും പ്രപഞ്ചത്തെ നിലനിർത്തുന്ന വിഷ്ണുവും കൃഷ്ണനോ അതേപോലെയുള്ള സന്ദേശം നൽകിയവരൊക്കെ സാത്താന്മാരും എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണോ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയുള്ളത് അതേപോലെ മുസ്ലിങ്ങൾക്കും ഉണ്ട്. നമ്മുടെ പൈതൃകത്തിൻ്റെ മൊത്തം ഖുറാനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചുമാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. ഇത് വായിക്കാൻ പാടില്ലെന്ന് പറയുകയും ചെയ്യും. അപ്പം ഈ നുണ പറയുന്നവർക്ക് എളുപ്പ വഴി എന്താ എന്നുള്ളത് സത്യം അന്വേഷിക്കുന്നവരെ കൊണ്ട് സത്യം അന്വേഷിപ്പിക്കാതിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ അർത്ഥശാസ്ത്രം ഒന്ന് വായിക്കാം. ഇതിൻ്റെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. എന്നിട്ട് ഈ ഭാരതം 2300 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മുഹമ്മദ് നബി ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ്, യേശുക്രിസ്തു ജനിക്കുന്നതിന് 300 വർഷങ്ങൾക്ക് മുമ്പ്, മറ്റേത് മതവും ലോകത്തിലുണ്ടാവുന്നതിന് മുൻപ് എഴുതിയ ഈ അർത്ഥശാസ്ത്രത്തിലെ സയൻറ്റിഫിക് ടെമ്പറും ലോജിക്കൽ കൺക്ലൂഷനും റാഷണൽ എക്സ്പ്ലനേഷനും നിങ്ങളൊന്ന് വായിക്കണം. എന്താണ് ഭാരതം എന്നറിയാൻ അത്രയും ഗംഭീരമായിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അർത്ഥശാസ്ത്രത്തിൽ എന്താ പറയുന്നതെന്നറിയാം? സപാദാ ധർമ്മ്യ മാസവൃദ്ധി വൃദ്ധേരപി പുനർവൃദ്ധി ചക്രവൃദ്ധിരുദാഹൃത. 1.25% ആണ് ഇൻട്രസ്റ്റ് പെർ മന്ത് ചാർജ് ചെയ്യേണ്ടത്. ധാർമ്മികമായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1.25% ആണ്. ഈ ഇൻട്രസ്റ്റിന് കൂടി ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ചക്രവൃദ്ധി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതേപോലെ ദിഗം ത്രികം ചതുഷ്കം ച പഞ്ചകം മാസവൃദ്ധി സപാദാധർമ്മ്യ മാസവൃദ്ധി. എന്നാൽ കമേഴ്ഷ്യൽ പർപ്പസിന് 2, 3, 4, 5% വരെ പെർ മന്ത് ചാർജ് ചെയ്യാം. പക്ഷെ അത് വ്യാവഹാരികമായ കാര്യങ്ങൾക്ക്, അതായത് അത് ബിസിനസ് ചെയ്യാനുള്ള എമൗണ്ട് കൊടുക്കുമ്പോൾ മാത്രമുള്ളതാണ്.
അതിന് വിറ്റ്നസിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. ആ ഡോക്യുമെന്റ് എഴുതാൻ 0.25% ചാർജ് ഈ ലോൺ എടുക്കുന്ന സമയത്ത്. അതിന് നമുക്ക് വളരെ ഭംഗിയായിട്ട് പ്ലഡ്ജ് ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പീനൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം അർത്ഥശാസ്ത്രത്തിൽ അതിഗംഭീരമായിട്ട് വിവരിക്കുന്നുണ്ട്. അത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരു രാജാവ് എങ്ങനെ രാഷ്ട്രം ഭരിക്കണം, ഈ വ്യക്തികളുടെ സ്വത്ത് എങ്ങനെ മക്കൾക്കും മറ്റുള്ളവർക്കും വിഭജിക്കണം, അതേപോലെ പൊതുസ്വത്ത് കയ്യേറിയാലുള്ള ശിക്ഷ എന്താണ്, ഇൻകം ടാക്സ് എന്താണ്, വെൽത്ത് ടാക്സ് എന്താണ്, ഗിഫ്റ്റ് ടാക്സ് എന്താണ്, അത് കൊടുത്തില്ലെങ്കിലുള്ള പെനാൽറ്റി എന്താണ്, അതാരാണ് വെരിഫൈ ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, വെജിറ്റബിൾ മുതൽക്ക് ലിക്കർ വരെയുള്ള, ഞാൻ ആ വാക്ക് വീണ്ടും ഉപയോഗിക്കാം, ലിക്കർ വരെയുള്ള സാധനങ്ങളുടെ ടാക്സ് എത്രയാണ്, ആ ടാക്സ് പുറത്ത് നിന്ന് വേറൊരു രാജ്യത്ത് മെറ്റീരിയൽ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണ്, ഇതെല്ലാം അർത്ഥശാസ്ത്രത്തിലുണ്ട്. ഇതെല്ലാം അർത്ഥശാസ്ത്രത്തിലുണ്ടെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് തലയിൽ തന്നെത്താനെ തോന്നിയ ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല, വായിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ പുസ്തകങ്ങളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് ഇന്ത്യയിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും കേരളത്തിൽ ആരും വായിച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും വാദിച്ച് ജയിക്കുന്ന ഒരു കാലം. പണ്ട് KR ഗൗരിയമ്മ മനുസ്മൃതി ചേർത്തലയിലോ മറ്റോ കത്തിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിക്കേണ്ടായി, നിങ്ങൾ ഇത് വായിച്ചതിന് ശേഷമാണോ കത്തിച്ചത്? അപ്പൊ ഈ വായിച്ചതിന് ശേഷം അതിലെ കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് എതിർക്കുക എന്നുള്ള സിസ്റ്റം ഇല്ലാത്തത് കേരളത്തിൽ മാത്രമാണ്. കുറെ നേതാക്കൾ പറഞ്ഞു അതിനകത്ത് മുഴുവൻ. അത് തന്നെയാണ് EMSനൊക്കെ പറ്റിയത്. അദ്ദേഹം പൂണൂലാണ് കുഴപ്പമുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും പൂണൂല് പൊട്ടിച്ചു. ഈ 2 രൂപയുടെ പൂണൂലാ കുഴപ്പമുണ്ടാക്കുന്നത്, അല്ല പൂണൂലിട്ടിരിക്കുന്ന മനുഷ്യരാ കുഴപ്പമുണ്ടാക്കുന്നത്. അത് ചിന്തിക്കാൻ EMSന് സാധിച്ചില്ല. പൂണൂലല്ല കുഴപ്പമുണ്ടാക്കുന്നത്, പൂണൂലിന് 2 രൂപയെ വിലയുള്ളൂ. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് ധരിച്ചുകൊണ്ട് കുറേ പേര്, അവർക്ക് കുറേ അനുയായികള്. ഈ പൂണൂലിട്ടിരിക്കുന്നവന്റെ മനസ്സിലാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ചിന്തിക്കാൻ സാധിച്ചത് നാരായണ ഗുരുദേവന് മാത്രമാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പൂണൂല് മാറ്റലല്ല മറിച്ച് മനസ്സ് മാറ്റലാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളത് ചിന്തിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വേദങ്ങൾ സവർണരുടെയാണ്, മനുസ്മൃതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ല. ഒന്ന് വായിച്ചു നോക്കണം. മനുസ്മൃതി 21-ാം നൂറ്റാണ്ടിൽ പകർത്തണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ഖുറാനും ബൈബിളും ഒന്ന് വായിച്ചു നോക്കാം. 21-ാം നൂറ്റാണ്ടിൽ പറ്റിയത് അതിൽ എത്രയാ ഉള്ളതെന്നും കൂടി നോക്കാം. രണ്ടും നോക്കണം. നമ്മൾ സവർണരുടെയാണ്, ബ്രാഹ്മണരുടെയാണ്, ദളിതർക്കെതിരെ ഉള്ളതാണെന്ന് ആക്രോശിച്ചുകൊണ്ട് ജീവിക്കുന്ന നേതാക്കന്മാരുടെ അനുയായികളായിട്ട് ജീവിക്കുന്നവര് ഈ അർത്ഥശാസ്ത്രം ഒന്ന് വായിക്കണം. എല്ലാം വായിക്കണം. ഏത് പുസ്തകങ്ങൾ വായിക്കണം, നന്മകൾ ഏത് പുസ്തകത്തിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ഭാരതത്തില് സ്ത്രീകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ നോക്കാം. മനുസ്മൃതിയിലെ വാക്ക് വളരെ ഗംഭീരമാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നത്, പൂജിക്കപ്പെടുന്നത്, അവിടെ ദേവതമാര് ആനന്ദ നൃത്തം ചെയ്യുന്നു. രമന്തേ തത്ര ദേവത, അവിടെ രമിക്കുന്നു, സന്തോഷിക്കുന്നു. അർത്ഥശാസ്ത്രം മുഴുവനും, ഈ മനുസ്മൃതിയിൽ മുഴുവനും ശരിക്ക് ലക്ഷ്മി, സരസ്വതി, പാർവതി, ഭാരതഭൂമി, ഗംഗാദേവി, ഈ സങ്കല്പങ്ങളാ, ദേവീ സങ്കല്പങ്ങളാ, സ്ത്രീ സങ്കല്പങ്ങളാ. ഗാന്ധാരിയെക്കുറിച്ചും അതുപോലെ കുന്തിദേവിയെക്കുറിച്ച് പോലും ഇടയ്ക്ക് ഹിന്റുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്താൻ മക്കളെ ധന്യമാക്കേണ്ട അമ്മ കണ്ണുകെട്ടി നടന്നതിൻ്റെ പരിണത ഫലം എന്ത് സംഭവിച്ചു എന്നും, വിധവയായ കുന്തി മക്കളിൽ ധർമ്മബോധം വളർത്തിയപ്പോൾ അവർക്കൊരു രാഷ്ട്രത്തെ എങ്ങനെ ഭരിക്കാൻ സാധിച്ചു എന്നും സ്മൃതി ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. സ്മൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഹാസങ്ങളല്ല, പുരാണങ്ങളുമല്ല, അത് നിയമാവലികളാണ്, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്മൃതികളെന്ന് കേട്ടാൽ നമുക്ക് ഭയമാണ്, എന്തോ ചേർക്കാൻ പാടില്ല. വേദം എന്ന് കേട്ടാൽ ഭയമായിരുന്നു. ഇപ്പം ഏതാണ്ട് അതൊക്കെ പോയി. ഇപ്പം എല്ലാവരും അതൊക്കെ പഠിക്കാൻ തുടങ്ങി. അതേപോലെ യോഗ, ആയുർവേദ പണ്ടൊക്കെ ബ്ലാക്ക് മാജിക് ആയിരുന്നു. ഇപ്പം ആരാധ്യനായ അച്യുതാനന്ദൻ തന്നെ യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോഴും
E.K. നായനാര് ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയപ്പോഴും ബാലാനന്ദനൊക്കെ ഭാരതീയ പൈതൃകത്തിലെ സംസ്കൃതമൊക്കെ പഠിച്ചപ്പോഴും കുറെ പേരുടെ മനസ്സിലെ വിഷം പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചിന്തിക്കണം, സ്വതന്ത്രമായി ചിന്തിക്കണം, ആരെയും ബോധിപ്പിക്കാനല്ല. ഈ സ്വതന്ത്രമായ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ നമ്മൾ. അർത്ഥശാസ്ത്ര ഗ്രന്ഥം ഒന്ന് വായിക്കണം, ഋഗ്വേദത്തിന്റെ ഉപവേദമായ അർത്ഥശാസ്ത്ര ഗ്രന്ഥം. എന്നിട്ട് അതിനകത്ത് എന്താ ഞാൻ DYFIക്കാരോടും SFIക്കാരോടും യുക്തിവാദികളോടും പറയുന്നു, നിങ്ങൾ വായിക്കാത്തതും പഠിക്കാത്തതിനും എതിരെ ആക്രോശിക്കല്ലേ. നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമല്ല, പക്ഷെ എതിരെ പ്രസംഗിക്കുമ്പോൾ പഠിച്ചതിന് ശേഷമേ പറയാവൂ. പഠിച്ചിട്ട് അതിനെ അവഹേളിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷെ പഠിച്ചതിന് ശേഷം ഞാൻ വിശ്വസിക്കാത്തതും ഞാൻ പഠിക്കാത്തതും ഞാൻ അറിയാത്തതും ഞാൻ കേൾക്കാത്തതും ഞാൻ അംഗീകരിക്കാത്തതും എൻ്റെ പാർട്ടിയിലെ നേതാക്കൾ പറയാത്തതുമൊക്കെ ഞാൻ തിരസ്കരിക്കുമെന്ന് പറഞ്ഞ് നടക്കേണ്ട കാലം കഴിഞ്ഞു മക്കളെ. ഇത് 21ാം നൂറ്റാണ്ടാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തത് നിങ്ങൾ ആര് പറഞ്ഞാലും സമൂഹം തിരസ്കരിക്കും. മറിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത് ആര് പറഞ്ഞാലും കാലചക്രം തിരിയുമ്പോൾ അത് ലോകം അംഗീകരിക്കാതിരിക്കില്ല. ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 62 വർഷം കൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റ് മുഴുവനും ഇംഗ്ലീഷുകാരായ മിഷണറിമാർക്ക് മാറ്റാൻ സാധിച്ചു. പക്ഷേ 252 വർഷം ഇന്ത്യയിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഭരിച്ചിട്ട് കൊലയും കൊള്ളിവെപ്പും നടത്തിയിട്ടും 2% ഹിന്ദുക്കളെ മാത്രമേ കൺവെർട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതും ഭീഷണിപ്പെടുത്തി കൺവെർട്ട് ചെയ്തതാ, ബൈബിളിന്റെ മഹത്വം പറഞ്ഞ് കൺവെർട്ട് ചെയ്തതൊന്നുമല്ല. അതേപോലെ ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തതും പശുവിറച്ചി തീറ്റിയിട്ടാണ്. ഖുറാന്റെ മഹത്വം പറഞ്ഞിട്ടൊന്നുമല്ല മാറ്റിയത്, അത്രയും മാറ്റാൻ സാധിച്ചുള്ളൂ. എന്താ കാരണം? കാലത്തിന് ദേശത്തിന് യോജിക്കാത്തത് കാലം തന്നെ മാറ്റും. ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് കാലമാണ് മാറ്റിയത് മിഷണറിമാരിലൂടെ. ഇത് കാലം മാറ്റില്ല ഭാരതത്തിലുള്ളത്, അത്രയും ഉജ്ജ്വലമാണ് ഭാരതത്തിലുള്ളത്. നിങ്ങൾ പഠിക്കണം. ഭാരതീയ പൈതൃകത്തിന്റെ അവകാശി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗോപാലകൃഷ്ണൻ ഇത് പറയുന്നത്. ഈ ലോകത്തിന് നിലനിൽക്കാൻ പാടില്ലാത്ത മെസോപ്പൊട്ടേമിയ പോയി, ബാബിലോണിയ പോയി, ഗ്രീക്ക് പോയി, ചൈനീസ് സംസ്കാരത്തിന്റെ ഒരു അംശം പോയി, ഈജിപ്ഷ്യൻ സംസ്കാരം പോയി, റോമ സംസ്കാരം പോയി. പക്ഷെ ഭാരതീയ സംസ്കാരം പോയില്ല. 950 വർഷം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടിച്ചമർത്തി കൊന്നു കുഴിച്ചു മൂടി കൊല വിളിച്ചിട്ട് പോലും ഭാരതീയ സംസ്കാരം മരിച്ചില്ല. എന്താണെന്ന് ചിന്തിക്കുക. ഇവിടെ ആത്മീയതയും ശാസ്ത്രവും സയൻസും സ്പിരിച്വാലിറ്റിയും they were coexisting. അതാണ് ലോകം ഭാരതീയ പൈതൃകം സ്വീകരിക്കുന്നത്. നാസയിൽ പോലും വേദമന്ത്രങ്ങൾ കേൾക്കണമെങ്കിൽ, ആശുപത്രികളിലെ വേദമന്ത്രങ്ങൾ കേൾക്കണമെങ്കിൽ അമേരിക്കൻ പാർലമെന്റിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമായ അമേരിക്കയിൽ എന്തുകൊണ്ട് ബൈബിളിന് പകരം വേദമന്ത്രങ്ങൾ അവര് നാസയിലും അമേരിക്കൻ പാർലമെന്റിലും അമേരിക്കയിലെ 14 പ്രോവിൻസുകളുടെ അസംബ്ലി സമ്മേളനം ഉദ്ഘാടനത്തിനും വേദം എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നുകൂടി ചിന്തിക്കുക. നിങ്ങളും പഠിക്കുക. ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഇവിടുത്തെ വേദങ്ങളുടെയും ഇവിടുത്തെ നന്മകളുടെയും തിന്മകളുടെയും അവകാശികളാണ്. തിന്മകൾ മാറ്റണം, അത് ഏത് ഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണല്ലോ ഭാരതം. ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, 10,000 വർഷത്തെ പാരമ്പര്യമുള്ളതാണെന്നുള്ളതിന് തെളിവ് എന്താണ്? ഒന്ന് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. അതിനകത്ത് ആദ്യത്തെ ആർട്ടിഫാക്റ്റ് BC 8275 ലഭിച്ചതെന്ന് അതിപ്രഗത്ഭരായ ആർക്കിയോളജിക്കൽ എവിഡൻസിലുള്ളവർ പറയുന്നിട്ടുണ്ട്. കാംബയിലെ സംസ്കാരം, ദ്വാരകയിലെ സംസ്കാരം, കലിബംഗാൻ, ഭഗവാൻപുര, മെഹർഗർ, ചിഞ്ചുദാരോ, മോഹൻജോദാരോയിലെ എല്ലാ ആർട്ടിഫാക്റ്റുകളും ഗീഗർ മുള്ളർ കൗണ്ടർ ഉപയോഗിച്ച് കാർബൺ ഡേറ്റിംഗ് അനുസരിച്ചിട്ട് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തി അതൊന്നും അംഗീകരിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ ടെലിഫോണിലൂടെ ഇതൊക്കെ അംഗീകരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. അവനവന്റെ അമ്മ അമ്മയാണെന്ന് അംഗീകരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ലോകത്തിൽ ആർക്കുമില്ല, അവനവന് തന്നെ ഉള്ളൂ. അത് പിന്നെ വല്ല പ്രോബ്ലം ഉണ്ടായാൽ തിവാരിയെ പോലെ കോടതി കയറുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മ അമ്മയാണെന്നും അച്ഛൻ അച്ഛനാണെന്നും ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് അംഗീകരിക്കുന്നത്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ഭാരതീയ പൈതൃകത്തിന്റെ കാലഘട്ടം നിർണയിക്കുന്നത്. അത് കാർബൺ ഡേറ്റിംഗ് പ്യുവർലി സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ബേസിസ് ഉപയോഗിച്ച് ISRO പോലെയുള്ള സംഘടനകളാണ് നമ്മുടെ സരസ്വതി നദിയെക്കുറിച്ചും ഇതുമാതിരിയുള്ളതിനെ കുറിച്ചൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നത്. അത് വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഠിച്ചതിന് ശേഷം വിശ്വസിക്കുക. പഠിച്ചതിന് ശേഷം ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ അവഹേളിച്ചുകൊള്ളുക.
അപകീർത്തിപ്പെടുത്തിക്കൊള്ളുക, അതിനൊക്കെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇതിനേക്കാളും വലിയ അവഹേളനവും അപകീർത്തിപ്പെടുത്തലും കൊണ്ടൊന്നും നശിക്കാത്തതാ ഭാരതീയ സംസ്കാരം. വേറെ ചില ക്രിസ്ത്യാനികൾക്ക് തോന്നി ഗോപാലകൃഷ്ണന് ഭയങ്കര ഭയമുണ്ടെന്ന്. ശരിയാ, ഒരു കാട്ടിലൂടെ 100 പേര് പോവുകയാണെങ്കിലും ഒരു കരടി അതിനകത്തുണ്ടെന്ന് കേട്ടാൽ ഈ 100 പേർക്കും ഭയം ഉണ്ടാവും. എന്താ കാരണം അറിയോ? ആ മൃഗത്തിന്റെ സ്വഭാവം അതാണ്. ആ മൃഗത്തിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാ ഒരു കരടിയെ 100 പേരും ഭയക്കുന്നത്. അത് തന്നെയാ മതപരിവർത്തനം നടത്തുന്ന ക്രിസ്ത്യാനികളുടെ സ്വഭാവം. ഹിന്ദുക്കൾ ഭയപ്പെടുന്നത് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും സകല ക്രൂക്കറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ചുമാണ് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ മതം മാറ്റുന്നത്. എങ്കിൽ ആ മതം മാറ്റുന്നതിൽ പെടുന്ന പാവപ്പെട്ട ഹിന്ദുക്കളുടെ ഗതി ഓർത്തുള്ള ഭയമുണ്ട്, ദുഃഖമുണ്ട്. ആ കുറച്ച് 500-ന്റെ കള്ളനോട്ടോ 500-ന്റെ നോട്ടോ കൊടുത്ത് ചില ഡോക്ടർമാര് എഴുതി കൊടുക്കും ഇയാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന്. എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് അതേ ഡോക്ടർ എഴുതി കൊടുക്കും ക്യാൻസർ പോയി എന്ന്. എന്ത് എളുപ്പാ പുണ്യവാളന്മാരാക്കാൻ, വെറുതെ ഒരാളെ പുണ്യവാളനാക്കാൻ. ഇപ്പൊ ഫാദർ ബെനഡിക്റ്റിനെ പുണ്യവാളനാക്കാൻ പോവാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞൊരു ഡോക്ടർ എഴുതി കൊടുക്കുക, ഫാദർ ബെനഡിക്റ്റിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ക്യാൻസർ പോയി എന്ന് പറയും. ആ തെളിവ് പോപ്പിന് വത്തിക്കാനിലേക്ക് അയച്ചു കൊടുത്താൽ ഫാദർ ബെനഡിക്റ്റ് ഒരു വിഷമവും ഇല്ലാണ്ട് പുണ്യവാളനായി. എന്ത് എളുപ്പ പുണ്യവാളനാക്കാൻ. ജീവിച്ചിരിക്കുമ്പോൾ പുണ്യവാളനാക്കിയാൽ ആൾദൈവങ്ങളാവും, മരിച്ച അടുത്ത ദിവസം പുണ്യവാളനാക്കിയ ആൾദൈവം ആവില്ല. എന്തൊരു സയന്റിഫിക് തിങ്കിങ് അല്ലേ? മരിച്ചവനെയൊക്കെ അവനവനും ദൈവത്തിനും ഇടയ്ക്കുള്ള ബ്രോക്കറാക്കുക, മധ്യസ്ഥ തിരുനാളെന്നൊക്കെ പറയുന്നില്ലേ? ഇപ്പൊ അങ്ങനെയാണ്. ഇവിടെ ഭരണങ്ങാനത്തെ അൽഫോൺസാമ്മ മധ്യസ്ഥയാണ്. ഞാൻ എന്ന പാപിയായ മനുഷ്യനും യഹോവ എന്ന പുണ്യാത്മാവിനും ഇടയ്ക്ക് നിൽക്കുന്ന മധ്യസ്ഥര്. നേരിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ചൂടെ? എന്തിനാ ഈ മധ്യസ്ഥര്? ഇടയ്ക്കുള്ളവർ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് അവർ പാപിയായിട്ടുള്ള മനുഷ്യരായിരുന്നില്ലേ? മനുഷ്യ നീ പാപിയാവുന്നു, ഓ ദ സൺ ഓഫ് ദ വൈപ്പേഴ്സ് എന്നാണ്, അണലികളുടെ പുത്രന്മാരെന്നാണ് മനുഷ്യരെ വിളിക്കുന്നത്. ഭാരതത്തിൽ അങ്ങനെയല്ല. ഇന്ന് വളരെ വിളിച്ചിരുന്നത് ശൃണ്വന്ത് വിശ്വേ അമൃതസ്യ പുത്ര എന്നാണ്.